ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയല്ല കേട്ടോ. ഇപ്പോൾ നല്ല മഴയൊക്കെ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര മഴയല്ല, മഴ ചാറുന്നുണ്ട്. ഒരു മഴക്കാലത്തിൻ്റെ ഒരു ഫീലായിട്ടോ. നല്ല ഇങ്ങനെ മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കോടയൊക്കെ ഇറങ്ങി മൂടിക്കെട്ടി തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങ് മാറുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് ജലദോഷം പനിയൊക്കെ പിടിച്ചു. പെട്ടെന്ന് കാലാവസ്ഥ മാറിയോണ്ടാവണം തൊണ്ടവേദനയൊക്കെ വന്നിട്ട്. ഇത്രയും നാൾ നല്ല ചൂടൊക്കെ ആയിരുന്നിട്ടേ പെട്ടെന്ന് തണുപ്പ് വരുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട്. രാവിലെ തന്നെ മഴ വലിയ കാര്യമായിട്ട് പെയ്യുന്നൊന്നുമില്ല, പക്ഷേ എവിടെയോ പെയ്യുന്നതിൻ്റെ ആയിരിക്കണം അങ്ങനെ ചാറി നിന്നിട്ട്. അത് നന്നായിട്ട് പെയ്യാത്തതുകൊണ്ടാട്ടോ ഈ കോട ഇറങ്ങുന്നത്. നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ കോട ഇറങ്ങത്തില്ല. കോട കെട്ടി മൂടി വരുന്നുണ്ട്. പിന്നെ ഒന്ന് മഴ ചാറിപ്പോകുമ്പോഴത്തേക്ക് കുറച്ച് കുറയും, പിന്നെയും കോട ഇറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് ചാറുകയാണ്. നല്ല തണുപ്പും ഉണ്ടായിട്ടുണ്ട്. അതിൽ കുഞ്ഞിനൊക്കെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വാതിലടച്ച് ഇട്ടേക്കുവാണ് കേട്ടോ. ഡോക്ടർ എപ്പോഴും പറയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് തണുപ്പത്ത് ഇറക്കുകയും ചെയ്ത് തണുപ്പ് വരുന്ന സമയത്ത് നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കണം, സംരക്ഷിച്ച് നല്ല പൊതിഞ്ഞ് വെക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം തനുവിന് എന്തായാലും വെക്കാൻ പറ്റില്ല. കുഞ്ഞിനെ ഉള്ളിൽ പുതപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ടാവും. കളിക്കുമ്പോൾ അതൊക്കെ കളയും കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് കാട്ടുതക്കാളിയൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. മീൻ വരുമ്പോൾ വാങ്ങണം. പച്ചക്കറി കറി വെക്കാനായിട്ട് ഒന്നുമില്ല, മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് പയറൊക്കെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോരൻ വെക്കണം. കുറച്ച് കാട്ടുതക്കാളി ഉണ്ടായിട്ടുണ്ട്, നല്ല പഴുത്ത് നിൽക്കുക. അപ്പോൾ അത് പശുരായിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് കുഞ്ഞിനെ സ്കൂളിലും ചേർക്കാനായിട്ട് പോകണം. കുഞ്ഞിന് 3.5 വയസ്സായി. കുഞ്ഞിനെ ഇപ്പോൾ ചേർക്കണോ ചേർക്കണ്ടേ, എനിക്ക് അതിൽ കുറേ ദിവസമായിട്ട് ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. 3.5 വയസ്സ്. അപ്പോൾ LKG പ്രീ-KGയിൽ വിടാനായിട്ട് നമുക്ക് വണ്ടി സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് വണ്ടി സൗകര്യം ഉള്ളത് LKGയിലോട്ട് വിടാനായിട്ടാണ്. അപ്പോൾ അടുത്ത് നമുക്കൊരു ഗവൺമെൻറ് സ്കൂളുണ്ട്, കാറിൽ തന്നെ. അധികം ദൂരമില്ല, ഒരു 5 മിനിറ്റ് പോയാൽ മതി ഇവിടുന്ന്. അതാവുമ്പോൾ അടുത്താണ്, പിന്നെ വണ്ടി സൗകര്യമുണ്ട്. അപ്പോൾ രണ്ട് കാര്യം നോക്കിയിട്ട് ഞാൻ അപ്പോൾ വിട്ടാലോ എന്നാണ് വിചാരിക്കുന്നത്. 3.5 വയസ്സായിട്ടുള്ളൂ. പല സ്കൂളുകളിലും ഇപ്പം 3.5 വയസ്സാകുമ്പോൾ എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിന് 6 വയസ്സ് തികഞ്ഞാൽ 1-ാം ക്ലാസ്സിലോട്ട് എടുക്കൂ, ആ ഒരു പ്രായത്തിലെത്തുന്ന പോലെയാണ് എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പക്ഷെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഈ 3.5 വയസ്സിൽ കൊണ്ട് ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാനുണ്ട്. അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിച്ചു കൊടുത്താനല്ലേ, അവരെ ഒന്ന് ഇരുത്തി എന്തെങ്കിലും എഴുതിക്കണമെങ്കിലൊക്കെ അവർ ഇരിക്കുമോ, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും പറയണം കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. പക്ഷെ നമ്മളെന്തായാലും ചേർക്കുവാണ് ഇപ്പോൾ. പിന്നെ കൊണ്ട് ചേർക്കുകയും വേണം. നമുക്ക് പോയിട്ട് രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ചോളപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. നമ്മൾ കാട്ടുതക്കാളി പറിച്ചെടുക്കാനായിട്ട് വന്നതാണ്. കാട്ടുതക്കാളി എന്ന് പറയുമ്പോൾ കുഞ്ഞ് തക്കാളി ഇല്ലേ, അങ്ങനത്തെ കുറച്ച് നമ്മൾ വിത്തൊന്നും ഇട്ടല്ല, തനിയെ വളർന്നു വന്നത്. നമ്മുടെ പറമ്പിൽ കൂടെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കാട്ടുതക്കാളികൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് നിറയെ തക്കാളി ഉണ്ടാവും. മഴയൊക്കെയാണെങ്കിൽ ചീഞ്ഞ് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പടർന്നുണ്ടാവും കേട്ടോ. അതിൽ കുറേ തക്കാളി ഉണ്ട്. മഴ തുടങ്ങിയില്ലേ, ചിലപ്പോൾ 2 ദിവസം കിടന്നു കഴിഞ്ഞാൽ മൊത്തം പോകും കേട്ടോ. അത് കൊഴിഞ്ഞു പോകും, ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. തക്കാളി നല്ല തക്കാളി കേട്ടോ, നല്ല ടേസ്റ്റാണിതിന്. രണ്ട് കളറിൽ 2-3 കളറിലുണ്ട് കേട്ടോ, പല വലുപ്പത്തിലും ഉണ്ടാവും. നമുക്കിപ്പോൾ ഇവിടെ ചുവപ്പ് മഞ്ഞ ഉണ്ടായിട്ടുണ്ടേ. നമ്മളിതുകൊണ്ട് തക്കാളി വാട്ടും കേട്ടോ, വെറുതെ കടുകൊക്കെ വറുത്തിട്ട് അങ്ങനെ ചെയ്യും. ചമ്മന്തി ഉണ്ടാക്കും, ഉണക്കമീനെല്ലാം ഇട്ട് കറി വെക്കും. കാട്ടുതക്കാളി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനം. അങ്ങനെ എടുക്കും. ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ പുളിയുള്ള തക്കാളിയാണ്. കുറച്ചുകൂടെ തക്കാളിയുടെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചങ്ങനെ അധികം ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടെ പുളിയൊക്കെ ഉണ്ടാവും. കറികളിലൊക്കെ ഇട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്, പുളിയുള്ള തക്കാളി. കടുക് വറുക്കാനായിട്ട് പോവാണ്. കടുക് ഇട്ടു. ഇനി ഉള്ളിയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ടെ. നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല കേട്ടോ. പെട്ടെന്ന് കാലാവസ്ഥ മാറിയപ്പോഴേ മഴ ആയതുകൊണ്ടാണ്. കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വന്നേ ഉള്ളൂ കറണ്ട്. എവിടെയെങ്കിലുമൊക്കെ മരം വീണുണ്ടാവും, ചുരത്തിലോ എവിടെയെങ്കിലും. രാത്രി കുഞ്ഞിന് പാൽ കൊടുക്കാനായിട്ട് എഴുന്നേറ്റപ്പോഴൊന്നും കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നേ ഉള്ളൂ. കോടയൊക്കെ ഇറങ്ങുന്ന സമയത്ത് അട്ടപ്പാടി കാണാൻ ഭംഗിയൊക്കെയാണ് കേട്ടോ. പിന്നെ
പക്ഷെ എപ്പോഴൊന്നും ഉണ്ടാവില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ ചുരത്തിലൊരു തോടുണ്ട്, അത്യാവശ്യം വെള്ളം വരുന്ന തോട്. അപ്പം മലവെള്ളം പോലെ ഇങ്ങനെ നല്ല മഴയൊക്കെ പെയ്താൽ നല്ല വെള്ളം വരും. പക്ഷെ കുറച്ച് നേരം കൊണ്ട് അങ്ങനെ ഒഴുകിപ്പോവും. ചില സമയത്ത് അങ്ങനെ ബ്ലോക്കായിട്ടൊക്കെ നിൽക്കാറുണ്ട് ചുരത്തിൽ. ചില സമയങ്ങളിലുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ചിലപ്പോൾ മരങ്ങളൊക്കെ വീണിട്ടോ അങ്ങനെ ചെറിയ ബ്ലോക്ക് ആകാറുണ്ട്. പക്ഷെ അതൊക്കെ അതോടെ ബ്ലോക്ക് വരും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാറ്റാറുണ്ട്. പിന്നെ നമുക്ക് നല്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞ് മഴക്കാലമൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞാൽ ചുരത്തിൽ കൂടെ രാത്രി വിടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ. അപ്പോൾ ആരെങ്കിലും വരാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ അന്വേഷിച്ചിട്ട് വരാം കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലും വരാൻ വെക്കേഷനൊക്കെ കഴിയാറായ സമയത്ത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ മഴക്കാലം പോലെ ഏകദേശം കണ്ടിട്ട് അതുപോലെയൊക്കെ ഉണ്ട്. നല്ല മഴ പെയ്യുന്ന പോലെ ഉണ്ട്, മൂടി കെട്ടിയൊക്കെ നിൽക്കുക. ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമായിട്ട് അടുപ്പിൽ തീയൊക്കെ കാഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. നമ്മളിതിലോട്ട് തേങ്ങ ഇടുക. നമ്മൾ ചോളത്തിൻ്റെ പുട്ടായതുകൊണ്ടേ ചോളത്തിൻ്റെ പൊടിയാട്ടോ. ക്യാൻറ്റീനിൽ പോയപ്പം അണ്ണൻ വാങ്ങിയതായിരുന്നേ ചോളപ്പൊടി. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ തേങ്ങ ഇട്ടു. നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് മൊത്തം ഒന്ന് ഇളക്കാൻ, എന്നിട്ട് പൊടിയിടും. മധുവാണേ. നല്ല ചോളത്തിൻ്റെ പൊടിയാട്ടോ ഇത്. ചോളപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇളക്കാം കേട്ടോ. ഒരുപാട് വെള്ളമായാലേ കുഴഞ്ഞു പോവും. കുറേ നേരം ഇരുന്ന് ഇളക്കി കേട്ടോ. ഇതാ ഒന്ന് വേവിച്ചെടുത്തേക്കുന്നത്. വെള്ളം ഒരുപാട് ഒഴിച്ച് നമുക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം തളിച്ച് ഇളക്കി വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. പൊടികളൊക്കെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക, വെള്ളം തളിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, നല്ല പൊടിയായിട്ട് വന്നിട്ടുമുണ്ട് കേട്ടോ. കട്ട പിടിച്ച് പോവാതെ ഇറക്കാൻ പോവുക. നമ്മുടെ ചോളം കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ. ഇനി കൊണ്ടുപോയിട്ട് പൊടിക്കണം. ഇങ്ങനെ വെളുത്തിട്ട് നന്നായിട്ട് ഉണക്കണം. പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല. കാപ്പിക്കുരു വറക്കാനുണ്ട്. കാപ്പിക്കുരു വറക്കണം പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാപ്പിക്കുരു വറുത്ത് വേഗം തന്നെ പൊടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. ചോളം ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഇതാക്കി കൂടെ കൊണ്ടുപോയിട്ട് പൊടിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മഴ ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മഴ നിന്നു, തുണിയുടെ പണിക്കാരെയൊക്കെ വിളിച്ച് വീണ്ടും റെഡിയാക്കിയിട്ട് മഴ ചാറാൻ തുടങ്ങി. വേഗം വിളിച്ചു പറഞ്ഞോ. ഇന്ന് മഴ പെയ്യും തോന്നുന്നുണ്ട് ചേട്ടാ, കാലാവസ്ഥ കണ്ടിട്ടേ. അങ്ങനെ ഒരു മഴക്കാലത്തിൻ്റെ ഇതുപോലെ ആയില്ലേ. കഴിക്കട്ടെ ഏട്ടാ ഞാൻ. ഉണ്ണേട്ടൻ രാവിലെ തന്നെ ചമ്മിപ്പോയി. കഴിക്കട്ടെ. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് അതിനോട് അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ അത്യാവശ്യം മാങ്ങകൾ വീണിട്ടുണ്ട് കേട്ടോ. അതും ഈ നല്ല പഴുത്തതും കുറച്ച് നന്നായി പഴുത്ത് വരുന്നതൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത മാങ്ങകളാണ് കേട്ടോ. നമുക്കിത് കൊണ്ടുപോയിട്ട് ഉപ്പിലിട്ട് വെക്കാനായിട്ടാണ് കേട്ടോ. ഈ പഴുത്ത മാങ്ങ നമുക്ക് അതിൻ്റെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞ് ഉപ്പിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഉപ്പിടണ്ട. നമുക്ക് ഈ മാങ്ങ ഫ്രഷ് മാങ്ങയുടെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. എന്നാലും നമുക്ക് മാങ്ങാക്കറി കഴിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്ന സമയത്ത് എടുത്ത് കറി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാങ്ങകൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല നോക്കി പെറുക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സമയത്ത്. ഈ മഴയൊക്കെ പെയ്ത് അങ്ങനെ ഒരു തണുപ്പൊക്കെ ആവുന്ന കാലാവസ്ഥയിൽ ആർക്കും മാങ്ങ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആകുമ്പോൾ മഴയൊക്കെ പെയ്താൽ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഒട്ടും ആരും മാങ്ങ കഴിക്കത്തില്ല. നമ്മുടെ ആ കുഞ്ഞി മാങ്ങയുണ്ടല്ലോ, നല്ല മണമുള്ള മാങ്ങ, അത് ആയിട്ട് പെറുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ഇങ്ങനെ വീണ് കിടപ്പുണ്ട് നിലത്ത് കൂടെ. കുറേ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീഴുന്നുണ്ട് മാവിന്, തല വീഴുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് നല്ലത് നോക്കി പെറുക്കി എടുത്തിട്ട് പോയിട്ട് ഉപ്പിലിട്ട് വെക്കാം. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പഴുത്ത മാങ്ങകൾ നോക്കി ഇപ്പോൾ പെറുക്കിയിട്ടാണെങ്കിൽ കുറേ മാങ്ങയുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കുറേ വീണ് പൊട്ടിയതും ചതഞ്ഞതും ഒക്കെ ഉണ്ട്. നമ്മൾ പഴുത്തതും പിന്നെ പൊട്ടി പോവാത്തതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പെറുക്കിയത്. ഇനിയും മാങ്ങ ഉണ്ടേ. ഒരു കൊട്ടയല്ല, ഒരു 10 കൊട്ട മാങ്ങ വേണമെങ്കിൽ പെറുക്കാം. അത്രയും മാങ്ങ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ അന്നൊക്കെ വന്നപ്പോൾ നമുക്ക് മാങ്ങ കിട്ടാനായിരുന്നു ബുദ്ധിമുട്ട്. ഇഷ്ടം പോലെ മാങ്ങ. കുറച്ച് മാങ്ങ പെറുക്കി പല്ലിയാറ് വീട്ടിൽ കൊടുത്താൽ നല്ലതായിരുന്നു. അവിടെ ഈ മാങ്ങ ഇല്ല കേട്ടോ, അങ്ങനത്തെ കുഞ്ഞുമാങ്ങ. അവിടെ എല്ലാവർക്കും ഇഷ്ടമായി കുഞ്ഞുമാങ്ങ. ഞാൻ കിട്ടുമ്പോഴൊക്കെ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട് വീട്ടിൽ. അമ്മ കറി വെക്കാനും പിന്നെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ചേച്ചിയുടെയൊക്കെ മക്കളുണ്ടല്ലോ, ആരെങ്കിലൊക്കെ ആയിട്ട് കഴിച്ചോളൂ അവർ. കുഞ്ഞുമക്കൾക്ക് പിന്നെ
മഴയും തണുപ്പും ഒന്നും പ്രശ്നമില്ല. അവർക്ക് നല്ല പഴുത്ത മാങ്ങ കിട്ടി അവർ കഴിച്ചോളും. വലിയ ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡ്, മഴയത്ത് കഴിക്കത്തില്ല. കുറേ ഇനി കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ചുവട്ടിൽ. നോക്കി നമുക്ക് പെറുക്കിയെടുക്കാം. ഒരു കൊട്ട മാങ്ങ കിട്ടിയിട്ടുണ്ടേ. നമുക്കിപ്പോൾ ഇത്രയും കൊണ്ടുപോകണുള്ളൂ. ഇത് തന്നെ മതിയാവും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അന്ന് പെറുക്കാം. ഇപ്പോൾ ഇത്രയും കൊണ്ടുപോകണുള്ളൂ കേട്ടോ. ഇത് തന്നെ വീട് വരെ കൊണ്ടുപോകണ്ടേ. നമുക്ക് കഴുകി എടുത്തിട്ട് വേണം അവിടെ പോകാനായിട്ട്. പോകുന്ന വഴിക്ക് വെള്ളമുണ്ട്, അവിടെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടോ. നമ്മളൊരു കുപ്പി എടുത്തു കേട്ടോ, കഴുകി നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിലോട്ട് മാങ്ങ അതേപോലെ തോല് പൊളിച്ചിട്ട് ഇടാം കേട്ടോ. എല്ലാം മാങ്ങ തോല് പൊളിച്ചിട്ട് വേണം ഇടാനായിട്ടേ. മഴയൊന്ന് ചാറിയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുന്നേ നമുക്ക് പൊളിച്ചിടാം. പാത്രം നിറയാറായിട്ടോ. കുഞ്ഞുമാങ്ങ ആയതുകൊണ്ട് കുറേ മാങ്ങ വേണം. വലുതിടുവാണെങ്കിൽ പാത്രത്തിൽ കുറച്ച് ഇടുമ്പോൾ തന്നെ നിറയും. പിന്നെ കുറച്ച് മണമുള്ളതും ചെറിയൊരു പുളിയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ മാങ്ങാക്കറി വെക്കാൻ. നല്ല മധുരമുള്ളതിനെക്കാട്ടിലും ഇവിടെയൊക്കെ അങ്ങനത്തെ ആയിട്ട് ഇഷ്ടം. പിന്നെ മധുരമുള്ള മാങ്ങ കറി വെക്കുന്നവരും ഉണ്ട്, മധുരമൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നവരും ഉണ്ട്. നമുക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. മധുരം ഒഴിക്കത്തൊന്നുമില്ല. മാങ്ങ കറി വെക്കുകയാണെങ്കിൽ അത് ഇച്ചിരി പുളിയുള്ള മാങ്ങയാണെങ്കിലാണ് കൂടുതൽ ഇഷ്ടം. ഇരുണ്ട് കെട്ടി നിൽക്കുക കേട്ടോ. ഈ ഒരു കാലാവസ്ഥയിൽ തുണിയൊന്നും ഉണയും കിട്ടത്തില്ലേ. തുണിയൊക്കെ ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അലക്കിയിടുന്ന മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളവും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തുണി അലക്കാനും അത് ഉണയും കിട്ടാനും. കോടയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കാറ്റൊക്കെ നന്നായിട്ട് കിട്ടുവാണെങ്കിൽ ഉണങ്ങും പുറത്തൊക്കെ ഇടുവാണെങ്കിൽ. പക്ഷെ കോടയും അതിൻ്റെ കൂടെയും ചാറ്റിലും കൂടെ അടിക്കും എവിടെ ഇട്ടാലും. വീട്ടിനുള്ളിൽ ഇട്ടാൽ കാറ്റും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണങ്ങത്തില്ല. നമുക്ക് അടുക്കള സൈഡിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഈ തുണി ഇടാനൊക്കെ ആയിട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നനഞ്ഞങ്ങനെ കിടക്കുകയുള്ളൂ. ഒരുപാട് തുണികൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ കരിമ്പനായിട്ട് പോകും കേട്ടോ. പാത്രം നിറച്ച് മാങ്ങാപ്പഴം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഉപ്പിട്ട് വെക്കുവാണേ. അടച്ച് വെക്കാം കേട്ടോ. ഇനി ഇത് ഉപ്പൊക്കെ ഇട്ടപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുവെക്കാം. ഈ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞ് മാങ്ങയൊക്കെ കിട്ടാണ്ട് മാങ്ങാക്കറി കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന സമയത്തെടുത്ത് കറി വെക്കാം കേട്ടോ. മത്തി കറി വെക്കാനായിട്ട് പോവുകയാണേ. നമ്മുടെ തഴയൊക്കെ കൊണ്ടുവന്നിട്ട് പഴുപ്പിന് ചുറ്റും കൊണ്ടുവച്ചു. മഴയാണ്, വെയിൽ വരുന്നില്ല. നമുക്കിത് വെയിലത്ത് 2 ദിവസമൊക്കെ ഒന്ന് വെയിലത്ത് കിടന്ന് വാടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇത് കേട് വന്ന് പോകത്തേ ഉള്ളൂ. പണ്ടൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് താഴെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇതേപോലെ അടുപ്പിൻ്റെ സൈഡിലൊക്കെയാണ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നന്നായി കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനെ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചാൽ ഒരു നല്ല വെയിലൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ കൊണ്ടുവെക്കാമായിരുന്നു. ഇപ്പോൾ വെള്ളം കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ സാധനമൊക്കെ മാറ്റി കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് ചുറ്റും എടുത്ത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ചൂടടിക്കുമ്പോൾ ഉണങ്ങി കിട്ടുമായിരിക്കും. തഴ ഒരുപാട് കഷ്ടപ്പെട്ട് മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് അതവിടെ നിന്ന് വെട്ടി കൊണ്ടുവന്ന് ചുറ്റി മഴയും തുടങ്ങി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അപ്പം അതൊന്ന് കടുക് വറുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മത്തി വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മസാല ഇട്ട് പുളിയും ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് അടുപ്പത്ത് വെക്കാവേ. മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് എണ്ണ ഒഴിക്കുവാണെങ്കിൽ ഇറക്കി വെച്ചു. പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരണം. പുളി നമ്മൾ മീൻകറി അടുപ്പത്ത് വെച്ചപ്പോഴല്ലേ ഇട്ടേ.
പുളി ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിക്കുവാണെങ്കിൽ കുറച്ച് പുളി ഇറങ്ങിയേനെ. ഇതും ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന പയറാണേ. വെള്ളപ്പയർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു. കുതിർന്നൊക്കെ വന്നപ്പോൾ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്കിതൊന്ന് വേവിക്കാം. ഒന്ന് കുക്കറിൽ ഒരു വിസിലിൽ വെച്ച് വേവിച്ചിട്ട് തോരൻ വെക്കാവേ. ഒരു വലിയ ഉറപ്പൊന്നുമുള്ള പോലെ തോന്നുന്നില്ല. ഒരു വിസിലിൽ വെച്ച് ഇനി എന്തോന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ. കടുക് വറുത്തേ. ഇതിലോട്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. 2 ഉണക്കമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ടേ. നമ്മൾ അതിലോട്ട് തേങ്ങ ഇടുക. തേങ്ങ ഒന്ന് കുറച്ച് ചൂടാക്കിയിട്ട് പയറിടാം കേട്ടോ. പയറിട്ട് ഒരുപാട് ഇളക്കി ഒന്ന് ചൂടാക്കിയാലേ കുറച്ച് വേവ് അധികം ഉള്ളതുകൊണ്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വേവ് അധികം ഉള്ളതുകൊണ്ടായിരുന്നു നാശമായിപ്പോൾ. തേങ്ങയും കൂടി ഇട്ടൊന്ന് തേങ്ങ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പയറിട്ട് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടേ. നമ്മളിതിലോട്ട് പയറിടുവാനേ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. പയറിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. കുറച്ച് വേവ് അധികമായിട്ടുണ്ട്. പയ്യെ ഒന്ന് ഇളക്കാം. പയർ തോരനും ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയേ. ഒരുപാട് ഇട്ടങ്ങ് ഇളക്കി നാശമാക്കുന്നില്ല, ഇറക്കുക. രാവിലെ മീൻ വാങ്ങിയപ്പോഴേ ഒരു നട്ടറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ വറക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിന് മത്തിയുടെ മുള്ളുള്ളതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വാങ്ങലില്ല, അതിൽ നിന്ന് തന്നെ കൊടുക്കല പതിവ്. അപ്പം ഇന്നൊന്ന് വറക്കാനായിട്ടൊരു മീനും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഒന്നേ വാങ്ങിയുള്ളേ, കുറച്ചേ ഉള്ളൂ. അതൊന്ന് വറക്കാം. അങ്ങോട്ടെ നമുക്ക് കാട്ടു തക്കാളി ഉടച്ച് ചമ്മന്തി ആക്കാം കേട്ടോ. വേവിക്കുന്നൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് കൈ കൊണ്ട് ഉടച്ച് ചമ്മന്തി ആക്കാനാണ്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ പഴുത്ത തക്കാളി നോക്കിയിട്ട് വന്നിട്ട് എടുക്കാനായിട്ട്. ഒരു നല്ല കളറുള്ള തക്കാളി എടുക്കാം. നമ്മൾ തക്കാളിയിലോട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടണേ. തീരെ കനം കുറച്ചരിഞ്ഞിടണം. ഇതിലോട്ട് ഇനി കാന്താരിയും കൂടെ അരിഞ്ഞിടണേ. കാന്താരി പറിച്ചിട്ട് വരണം. കാന്താരി പറിച്ചതില്ല. ഇപ്പോൾ കാന്താരി അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. ഒരു സമയം കൊണ്ട് കാന്താരി മൊത്തം തീർന്നായിരുന്നു. പിന്നെ ഒരു മഴയൊക്കെ ഇടയ്ക്ക് കിട്ടിയപ്പോൾ കാന്താരി പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. മീനായിട്ടുണ്ടേ. ഇനി ഇറക്കാനായിട്ട് പോവാം. കാന്താരി എടുത്തോട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കാന്താരി പോയി പറിച്ചിട്ട് വന്നു. അത് നമുക്ക് കാന്താരി നന്നായിട്ട് ചതച്ചെടുക്കാതെ. ഈ കല്ല് കൂടുതലും ചതയ്ക്കാനായിട്ടാണ് കേട്ടോ നല്ലത്. കുറച്ചൊക്കെ നമുക്ക് ഇടിച്ചെടുക്കാം. കുറച്ചധികമൊക്കെ ആകുമ്പോൾ തെറിച്ച് പോകാൻ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ കാന്താരി ചതച്ചു. ഉള്ളിയും കൂടെ ഒന്ന് ചതയ്ക്കാം കേട്ടോ. എന്നാലേ ഉള്ളിയുടെ ടേസ്റ്റ് എല്ലായിടത്തും എത്തത്തുള്ളൂ. ചതച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ചതയ്ക്കാവേ. തക്കാളി ചതയ്ക്കാവേ, പയ്യെ ചതയ്ക്കാതെ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇവിടെ തെറിക്കും. കൈ കൊണ്ട് ഉടയ്ക്കുകയോ ചതയ്ക്കുകയോ ചെയ്യാം. ചതച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ഇടണേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. എടുക്കുവാണേ. ഇനി ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഓക്കെ, കഴിക്കാൻ എടുത്തു കേട്ടോ. തോരനെടുത്തേ. മത്തിക്കറി, ഒരു മീൻ വറുത്തതും എടുത്തു. പിന്നെ തക്കാളി ചട്നി ഒക്കെ കൂട്ടി കഴിക്കട്ടെ കേട്ടോ.
എനിക്ക് തക്കാളി ചട്നി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. തനുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൂടുതലും ഞാൻ കഴിച്ചിട്ടുള്ള സാധനത്തേക്ക് തക്കാളി ചട്നി. വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു. കഴിക്കണേ. സ്കൂളിൽ ടീച്ചറും ആരും ഓഫീസിലൊന്നും ആരും ഇല്ലയെന്നാട്ടോ പറഞ്ഞത്. അവർ 3 മണി വരെ ഉണ്ടാവില്ല, 3 മണിക്ക് ശേഷം വരാൻ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. യൂണിഫോം ഒന്ന് എടുക്കാനായിട്ട് പോയേക്കുവാന്ന്. ഒരു 3:30 3:45 ആകുമ്പോഴത്തേക്ക് പോയാൽ മതി. നമുക്ക് കുറച്ച് കാപ്പിക്കുരു വറക്കാനുണ്ട്, അന്നത്തെ പരിപ്പ് എടുത്ത് വെച്ചത്. അപ്പോൾ അതൊന്ന് വറക്കാട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട്. ഒന്നും തെളിഞ്ഞു കൂട്ടോ, വീണ്ടും ഇരുണ്ട് വരുന്നുണ്ട്. എന്തായാലും പുറത്തു പോയിട്ടൊന്നും നടക്കില്ല, അടുക്കളയിലുള്ള പണികളൊക്കെ തന്നെ തീർക്കാം. നമ്മളന്ന് ഇടിച്ച് എടുത്ത് വെച്ച കാപ്പിപ്പരിപ്പില്ലേ, അത് വറുത്തെടുക്കാനായിട്ട് പോവുകയാണേ. പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള കാപ്പിപ്പരിപ്പ് കുത്തി വെച്ചായിരുന്നു. അത് വറക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി കരിയാൻ തുടങ്ങിയിട്ട് അതായത് തൊണ്ട ഇതാവുന്നു. ഇരുമ്പ് ചട്ടി തന്നെ ഇട്ടിട്ടാട്ടോ വറക്കാൻ പോകുന്നത്. നമ്മൾ കുത്തിയെടുത്ത സമയത്ത് പരിപ്പ് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടാത്തതും പൊട്ടിയതുമുണ്ട്. അപ്പോൾ ചെറിയ പരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരുമിച്ചിട്ടിതായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിനെ പാറ്റിക്കൊഴിച്ച് രണ്ടായിട്ടാട്ടോ നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ വലിയ പരിപ്പാട്ടോ നമ്മളാദ്യം വറുക്കുന്നത്. ഇത് കരിയാതെ ഇളക്കിയെടുക്കണം കേട്ടോ. മൊത്തം കറുത്ത് വരുന്നവരെ, കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി. കുറച്ച് വറക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ വറുത്ത് ആവായി വരാനായിട്ട്. അപ്പം അത്രയും നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇനി എന്താ പറയുക, കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, പോകാനായിട്ട് നോക്കണം. കുഞ്ഞിനെ തന്നെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൂടെ എൻ്റെ ഇടയിൽ കൂടെ ചെയ്യണം. നമുക്ക് ഈ പനിയൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും തണുപ്പുള്ള സമയത്ത് കേട്ടോ കൂടുതലും നമുക്ക് ഈ ഒരു കാപ്പി കഴിക്കാനായിട്ട് തോന്നും. അത് നമുക്ക് വാങ്ങിയതാണെങ്കിലും നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഈ ഒരു കാപ്പിയാണ് നമുക്ക് കുടിക്കാനൊക്കെ തോന്നും നല്ല തണുപ്പുള്ള സമയത്തൊക്കെ. അത് വേഗം തന്നെ നമുക്ക് പൊടിച്ച് വെക്കുകയാണെങ്കിൽ മഴക്കാലമൊക്കെ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് ചായയൊക്കെ വെച്ച് കുടിക്കാമല്ലോ. കാപ്പിക്കുരു ഇതാ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കുളിച്ചിട്ട് വന്നു. ഈ കളറൊക്കെ മാറി പൊട്ടിച്ച് പോകുമ്പോൾ ഉള്ളിൽ വെള്ള കളർ പാടില്ല. അതാണ് കേട്ടോ അതിൻ്റെ മൂപ്പ് നോക്കുന്നത്. ആയിട്ടുണ്ട്, ഇനി ഇറക്കാൻ പോവാം. ഇത് രണ്ടാമത് വറക്കാനായിട്ട് പോവുക കേട്ടോ. കുറച്ച് അധികം ഉണ്ടായിരുന്നു, അപ്പോൾ ആദ്യത്തിൽ നിന്ന് വറുത്തു. ഇത് രണ്ടാമത്. ഇനി കുറച്ച് ഇതായി വരുമ്പോൾ ആ പൊടിയുള്ളതും കൂടെ ഇടാം. ഇതായിട്ട് പൊടിഞ്ഞത് കുത്തിയപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ചാകുമ്പോൾ ഇതിടണം. ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3:30 ഉണ്ടായിരുന്നു ഒരു സമയം. അപ്പം അവിടെ ഓഫീസിൽ ആളുണ്ടാവുമോ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, അവിടെ ആളുണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യം നന്നായിട്ട് മഴക്കാറും കൂടെ ഒന്ന് കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞിന് പാലൊക്കെ കൊടുത്തിട്ട് അവിടെ തന്നെ നിർത്തി. ഇനി കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാനാണെങ്കിൽ ഒരു തണുപ്പൊക്കെ ആയിട്ടുണ്ട്, മൊത്തത്തിലൊരു തണുപ്പായിരുന്നു. അപ്പം കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് പോയില്ല. ഞങ്ങൾ 3 പേരും കൂടെ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആധാർ കാർഡ് അത്രയും മതിയായിരുന്നു കേട്ടോ ചേർക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, അടുത്താണേ. നമ്മളെപ്പോഴും പറയാറില്ല ഇവിടെ അടുത്ത് കാരറ, നമ്മൾ പാല് വാങ്ങാൻ പോകുന്ന സ്ഥലം അവിടെ തന്നെയാണ് അടുത്ത് സ്കൂള്. നമ്മൾ നേരത്തെ താമസിച്ചിരുന്നതിൻ്റെ അടുത്താണ്. പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. ഇതാണ് സ്കൂള്, ഗവൺമെൻറ് സ്കൂളാണ് കാരറയിലുള്ള. കുറച്ച് ഇവിടുത്തെ കുട്ടികൾ ഒരുവിധം എല്ലാവരും പഠിക്കുന്നത് ഈ ഒരു സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അത് ചേച്ചിമാരെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്. നമ്മൾ താഴത്തെ ബിൽഡിങ്ങാണ്, നമ്മൾ മുകളിലായിട്ടാണ് കേട്ടോ ഓഫീസുള്ളത്. അവിടെയാണെന്നുണ്ടെങ്കിൽ മരം മുറിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൗണ്ടൊക്കെ കേട്ടിട്ട് തരുന്നു പെട്ടെന്നൊരു എന്തോ പോലെ ആൾ പെട്ടെന്ന് കരഞ്ഞു കേട്ടോ. സൗണ്ടൊക്കെ കേട്ടിട്ടായിരുന്നു. പിന്നെ ഓക്കെ, കുഴപ്പമില്ല. മരം മുറിച്ചുകൊണ്ടിരുന്ന മാമനായിരുന്നേ. പിന്നെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓഫീസിൽ പോയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വണ്ടിയുണ്ട്. അപ്പോൾ വൈകുന്നേരം ആണെങ്കിലും രാവിലെയാണെങ്കിൽ കുഴപ്പമില്ല. ജീപ്പാട്ടോ. വേറെ കുട്ടികളുണ്ട് അടുത്തുള്ള, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളുണ്ട്. അപ്പോൾ സേഫാണ്. അവർ
ജീപ്പിൽ കൊണ്ടുവിടുകയൊക്കെ ചെയ്യും. പിന്നെ കുഞ്ഞിപ്പോൾ ഇത്ര നാൾ അംഗൻവാടി പോയിക്കൊണ്ടിരുന്ന കൂട്ടുകാരൊക്കെ ഈ വർഷം സ്കൂളിലോട്ടായിട്ടുണ്ട് കേട്ടോ. അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ താഴോട്ട് വന്നു. അവിടെ ഗ്രൗണ്ടിലായിട്ട് നല്ല 2-3 മരമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, ചാഞ്ഞൊക്കെ നിൽക്കുന്നതും കയറി കളിക്കാനൊക്കെ പറ്റും, അല്ലെങ്കിൽ കയറി ഇരിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ മരങ്ങളാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് കയറി കളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് മാവ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം മാവ് കണ്ടപ്പോൾ തനു അതിൻ്റെ മുകളിൽ കയറാനൊക്കെ ആയിട്ട് നോക്കുമായിരുന്നു. പിന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. മഴ വന്നാൽ പിന്നെ എപ്പോഴും തൂരാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ ഞങ്ങൾ വേഗം തന്നെ പോന്നു. കുഞ്ഞിനെ വീട്ടിൽ വിട്ടിട്ടല്ലേ പോയത്. നല്ലൊരു മഴ പെയ്തേ, നല്ല മഴ പെയ്തൊന്ന് ഇരുണ്ട് കയറി കോടയൊക്കെ കയറി മൂടി വന്നിട്ടുണ്ട്. കറണ്ടിനാണെങ്കിൽ ഭയങ്കര പ്രശ്നം കേട്ടോ. കറണ്ട് ഇങ്ങനെ വന്നും പോയും 2-3 ദിവസമായി ഇപ്പം കറണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടണേ ഇല്ല. കുറച്ച് നേരം വരും പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ. വെള്ളത്തിനും പ്രശ്നമാണ്. ഇപ്പോൾ കറണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടുമില്ല. നമ്മളിപ്പോൾ മോട്ടർ അടിച്ചിട്ടായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. വെള്ളത്തിനുള്ള എന്തെങ്കിലും ഓസിടാനോ എന്തെങ്കിലും പരിപാടി നോക്കണം ഇനി. നമ്മൾ വെള്ളം തിരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തു. മഴ പെയ്തതും കോടയൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകും. അത് പിന്നെ പൊതുവേ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് മരങ്ങളും വരുന്ന വഴിക്ക് ഫോറസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയായാലും മഴ പെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വീഴും. മണ്ണാർക്കാട് നിന്ന് ഇവിടെ വരെയുണ്ട്. എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറണ്ട് പോകും കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് മെയിനായിട്ടുള്ളൊന്ന് ശരിയാക്കി വരുമ്പോഴായിരിക്കും ഇവിടെ കറണ്ട് പോവുക. നല്ല മഴക്കാറുമുണ്ട്. മിക്കവാറും നല്ല മഴയാവാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇനി അടുപ്പിച്ച് മഴയാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസം ആയിട്ട് ഇപ്പോൾ താഴ്ന്ന് നമ്മൾ മോട്ടർ അടിച്ചിട്ടായിരുന്നു കേട്ടോ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. മഴ ആയിക്കഴിഞ്ഞാൽ ഇത് നടക്കില്ല. ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ വീണ്ടും മുകളിൽ പോയി ഓസിട്ടിട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും ആ ഓസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് പണികളൊക്കെ ആയിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു. പിന്നെ വേനലൊക്കെ ആവുന്ന സമയത്തേ പറമ്പിൽ കൂടെ കിട്ടാൽ തീ കയറുമ്പോൾ ഓസൊക്കെ ഉരുകി പോകും. അപ്പോൾ നമ്മൾ വെള്ളവും കൂടി ഇല്ലാണ്ടായപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓസ് മുകളിൽ മുതലിഞ്ഞ് വലിക്കണം. എത്ര ദിവസം കഴിഞ്ഞാൽ കറണ്ട് വരികയെന്നറിയില്ല. വീട്ടിൽ നമുക്ക് ചിലപ്പോൾ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ തുണി അലക്കാനോ തോട്ടിലും പോകാൻ പറ്റില്ല, കലക്കായിരിക്കും. പിന്നെ നമ്മുടെ താഴത്ത് കിണറിൽ നിന്ന് വെള്ളം അടിക്കാനായിട്ടും പറ്റത്തില്ല. കുറച്ച് വെള്ളമുണ്ട്, അത് തീരുന്നതിന് മുന്നേ തന്നെ അപ്പം പോയിട്ട് ഓസിലാണെന്ന് വിചാരിച്ചിട്ടാണ്. ഓസൊക്കെ വലിച്ചിട്ടേക്കുന്ന എല്ലാം ഇനി മുകളിൽ വരെ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് വെള്ളം തിരിച്ച് കൊണ്ടുവരാനായിട്ട്. കത്തിയും തൂമ്പയും ബക്കറ്റും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഓസ് ജോയിൻറ്റ് കൊടുക്കാനായിട്ടുള്ള ലൈറ്ററും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോവാം. പുതിയ ഓസ് വാങ്ങിയതാണ്, പഴയ ഓസൊക്കെ പോയി. കുറച്ച് വലിയ ഓസ് നോക്കി വാങ്ങിയതാണ്. ഇപ്പോൾ അച്ഛ കൊണ്ടു തന്നിട്ട് പോയതേ ഉള്ളേ. ഇനി വലിച്ചിട്ട് പോകണം ഇവിടെ നിന്ന് നിവർത്ത. ഇടയ്ക്ക് പിടിക്കണോ? അമ്മ വേണേൽ പിടിച്ചോട്ടോ. ഇടയ്ക്കൊന്ന് പിടിച്ചു കൊടുക്കണേ കൊടുത്താൽ. നിറയെ അട്ടയായിട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വിട്ട് മഴയൊക്കെ അല്ലേ, കാലിൽ ഡെറ്റോളൊക്കെ വെള്ളമൊക്കെ ചേർത്തൊന്ന് അടിച്ചിട്ടാണ് പോകണത്. ഡെറ്റോൾ അടിച്ചാൽ കാലിൽ അട്ട കയറത്തില്ല, അല്ലെങ്കിൽ നല്ല അട്ടയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുകല എണ്ണയൊക്കെ ആയിട്ടൊക്കെ കാലിലടിക്കുവേ. പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞൊക്കെ ആയിട്ടാ പോണേ. വെള്ളമുണ്ട് ഇവിടെ. വലിയ കൂവക്കാടാണേ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ പൊന്തക്കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നുഴഞ്ഞ് വള്ളിയൊക്കെ ചുറ്റി വലിയ പൊന്തക്കാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് കുഴിയെടുക്കുന്നത് കേട്ടോ. ഇടയിൽ തന്നെ അപ്പോൾ ചെളി കോരിയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നല്ല ഉറവുകളാണ്. എന്താ ചെളിയല്ലേ അത്? ഇവിടെ മൂടി ഇരുണ്ട് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ കുറേ തെളിയും. ഇതൊരു മരമൊക്കെ വീണിട്ടുണ്ട്. വലിയൊരു മരം ഇവിടെ കിടക്കണം കേട്ടോ. വലിയൊരു മരം വീണ് കിടക്കുകയാണ് അവിടെ. നമ്മൾ നേരത്തെ ഓസിട്ടിരുന്നതിൻ്റെ കുറച്ച് താഴെ നിന്നായിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ കൂവയുടെ ഉള്ളിൽ നിന്നാട്ടോ ഇടുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂവയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. ഒരു ചെറിയ റോഡ് പോലെ പണ്ടെന്തോ JCB കയറിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കൂവ ഒട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഓസിട്ടുകൊണ്ടിരുന്നത്.
ഇപ്പോൾ പിന്നെ എന്താ കുറച്ച് താഴെ നമ്മളിടുന്നത്. ഓസ് വെച്ചതും വെള്ളം നന്നായിട്ട് വലിക്കുന്നുണ്ട്. താഴോട്ട് നല്ല ഇറക്കമാണേ. ഇത് മലയുടെ മോൾ ഭാഗമായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓസ് പൊക്കി വെച്ചു കേട്ടോ. നമുക്ക് ജോയിൻറ്റ് കൊടുക്കണം. നമ്മൾ ഇത്രയും വലിയ ഓസ് ഇവിടെ നിന്ന് ഇടുന്നത് നമ്മൾ വീട്ടിലോട്ട് നല്ല ഫോഴ്സിൽ വെള്ളം കയറാനായിട്ടാണ് കേട്ടോ. വലിയ ഓസ് മുകളിൽ നിന്നിട്ട് നമ്മളത് ചെറിയ ഓസ് ആക്കിയിട്ട് ചെറിയ ഓസ് കേട്ടോ പിന്നെ താഴോട്ട് ഇടുന്നത്. അപ്പോൾ ജോയിൻ്റൊക്കെ കൊടുക്കണം. ഇവിടെ നന്നായിട്ട് അട്ടയുണ്ട്. ഡെറ്റോളൊക്കെ അടിച്ചേക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളല്ലാതെ കൈയൊക്കെ മണ്ണിൽ കുത്തുകയൊക്കെ ചെയ്താൽ കയ്യിൽ വേഗം കയറും കേട്ടോ. കയ്യിലൊന്നും ഡെറ്റോളൊന്നും ഇല്ലല്ലോ. കാലിൽ ഡെറ്റോളൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടാട്ടോ സാധാരണ ഇവിടെ പണിക്ക് പോകുന്നവരൊക്കെ അടിക്കുക. ഡെറ്റോളും എണ്ണയും പുകയിലൊക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ആക്കിയിട്ട്. അപ്പോൾ എണ്ണയാകുമ്പോൾ എണ്ണമയം എപ്പോഴും കാലിൽ നിൽക്കുമല്ലോ. അല്ലെങ്കിൽ ഡെറ്റോൾ മാത്രമാണെങ്കിൽ ഒരു മഴ അപ്പോൾ ഇത് കുറച്ച് ചെടിയൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോവും. കാട്ടിലൊക്കെ പണിക്ക് പോകുന്നവരുണ്ട്, ഫാമിലൊക്കെ. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മഴയായി കഴിഞ്ഞാൽ. നിറയെ അട്ടയായിരിക്കും. അട്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് അട്ടയായിരിക്കും കേട്ടോ. പറയാൻ കൂടി പറ്റില്ല, അങ്ങനെ അട്ടയായിരിക്കും. ജോയിൻ്റൊക്കെ കൊടുത്തു. കുറച്ച് വെള്ളം വരാൻ താമസം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നിന്ന് വെള്ളം കയറി നിന്നോണ്ട് പിന്നെ ഊതി വലിച്ച് അങ്ങനെയൊക്കെയാണ് വെള്ളം വന്നേ. വെള്ളം തിരിച്ച് നമ്മളിത് ഇവിടെ വരെ എത്തിയിട്ടോ. നമ്മുടെ ചേച്ചിയുടെ മുറ്റം വരുന്നത് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കുറച്ച് ഈ റോഡിൻ്റെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് റോഡിൻ്റെ മുകളിൽ കൂടെ ഓസ് ഇട്ടിട്ടാണ് വെള്ളം എടുക്കുന്നത്. പിന്നെ പറമ്പിൽ കൂടെ ഒക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത്. കുറച്ച് താഴെ കൂടെ ആക്കിയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇട്ടതിനെക്കാട്ടിലും കുറച്ച് താഴോട്ട് ഇറക്കിയിട്ടാട്ടോ ഈ പ്രാവശ്യം ഓസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചിലപ്പോൾ വീട്ടിലോട്ട് കയറാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മുടെ വീട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ താഴെ വന്നിട്ട് പിന്നെ ഒരു കയറ്റം മുകളിലോട്ട് കുറച്ചുകൂടെ താഴോട്ടിട്ട് ഓസ് നല്ല സ്പീഡിൽ വെള്ളം വരും ഓസിൽ കൂടെ. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ നന്നായിട്ട് കയറുകയും ചെയ്യും. അപ്പം നേരത്തെ അത്ര ചിലപ്പോൾ സ്പീഡ് കിട്ടാൻ സാധ്യത കുറവായതുകൊണ്ട് ഓസൊന്ന് തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് കുഞ്ഞിപ്പോൾ അവന് എഴുന്നേറ്റ് വിട്ട് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് പോയിട്ട് പാല് കൊടുക്കട്ടെ. കുറച്ച് കാന്താരിയൊക്കെ പറിച്ച് വന്നിട്ടുണ്ട് വീട്ടിൽ പോകാൻ. അമ്മയും ഉണ്ണിയേട്ടനൊക്കെ വരുന്നേ ഉള്ളേ. മഴ തോരണില്ല കേട്ടോ. നല്ല മഴയാണേ. കുഞ്ഞിനൊരു ചിരിയും കളിയൊന്നുമില്ല. അവൻ ഇരുട്ടത്തിരുന്നിട്ടാന്ന് തോന്നുന്നു. പക്ഷെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചിരിയൊന്നുമില്ല, ഉണ്ടാതെ കിടക്കുക. ഏറ്റവും വെളിച്ചമൊന്നും ഇല്ല കേട്ടോ. രാത്രിയായിട്ടും കറണ്ടും വരുന്നില്ല, രക്ഷയില്ല. ചിക്കൻ കറി വെക്കുവാണ് കേട്ടോ. അച്ഛൻ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കറി അടുപ്പത്തായി, ഏകദേശം ആയിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇന്ന് തിളച്ച് കഴിഞ്ഞ് ഇറക്കാനായിട്ട് പോവുകയാണേ. എല്ലാം ഇരുട്ടത്തായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്ലാഷ് ഓണാക്കിയതാണ് കേട്ടോ. അതിനിപ്പോൾ ഫോണിൻ്റെ ചാർജും കൂടി തീർന്നു. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടായിരുന്നു കറി വെക്കുന്നതൊക്കെ. ഒന്ന് പോയിട്ടൊന്ന് മേലൊന്ന് കഴുകണം. എന്നിട്ട് വെള്ളം വന്നതുകൊണ്ട് പിന്നെ കുറേ സമാധാനം കേട്ടോ. നമ്മൾ വെള്ളം ഓസ് ഇട്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിച്ച് കഴിഞ്ഞ് ടാങ്കിലോട്ട് ഇട്ടില്ല, താഴോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴോട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെ വെള്ളം തീരുകയും ചെയ്തു. നമ്മളിന്ന് ആ സമയത്ത് പോയി ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. വെള്ളമില്ലെങ്കിൽ കുഞ്ഞു കൂടി തീരെ ചെറിയ കുഞ്ഞല്ലേ. അപ്പോൾ അവനും ഇടയ്ക്കൊന്ന് അപ്പീലൊക്കെ ചെയ്യുമ്പോൾ തന്നെ കഴിക്കാനും എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. മഴയും കൂടെ ആയതുകൊണ്ടേ വെള്ളം എടുക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകേണ്ടി വരും. അടുത്തൊന്നും വെള്ളമില്ല. നമ്മുടെ കിണറെന്നൊക്കെ പറഞ്ഞാൽ താഴെ റോഡിന് താഴെ, അവിടെ നിന്നൊക്കെ വെള്ളമൊന്നും എടുത്തിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം പിന്നെ വന്നുകൊണ്ട് അതൊരു വലിയ സമാധാനം. കറണ്ടില്ല. അപ്പോൾ ഉള്ള വെട്ടത്തിലും വെളിച്ചത്തിലൊക്കെ നേരത്തെ കഴിച്ചിട്ട് കിടക്കണം. നമ്മളുടെ വിളക്ക് വെക്കുക കേട്ടോ. വിളക്കൊന്നും കത്തില്ല, അത്ര കാറ്റാണ്. ഭയങ്കര കാറ്റും ഒരു രക്ഷയില്ലാത്ത മഴയും പെയ്യുന്നുണ്ട്. ഞാനൊന്ന് മേലെ കഴുകാനായിട്ട് പോട്ടെ. ഇന്ന് നേരത്തെ കഴിക്കുക കേട്ടോ. കപ്പയുണ്ട്, കപ്പയും ചിക്കനൊക്കെയാണ്. അപ്പോൾ കുറച്ച് കപ്പയും ചിക്കനൊക്കെ കഴിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. കറണ്ടും വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ടായിട്ടാണ് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നത്. വലിയേറെ അവിടെയൊക്കെ കറണ്ട് വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതുവരെ വന്നിട്ടില്ല. മെഴുകുതിരി വട്ടത്തിരുന്ന് കഴിക്കുക. എന്താ തനും അങ്ങോട്ട് പോയിട്ട് വലിയറയ്ക്ക് അവിടെ വെളിച്ചം വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെങ്കിലും ഇപ്പം വെളിച്ചത്തിരിക്കാം. എല്ലാവർക്കും പരാതി അച്ഛനെ വീഡിയോ കണ്ടിട്ടുണ്ട്. മുഖത്തേക്ക് ഇത് പിടിച്ച് കാണിക്കണോടാ. അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛനെ കണ്ട അച്ഛനൊക്കെ ഒന്ന് കഴിക്കുക. പണ്ടൊക്കെ കറണ്ടൊക്കെ വരുന്നതിന് മുന്നേ ഒക്കെ ഇരുന്ന് കഴിച്ച പോലെ ഉണ്ട്. ഇച്ചിരി വെളിച്ചത്തിൽ പണ്ടൊക്കെ ഒരു വിളക്കിൻ്റെ വെളിച്ചം ഉണ്ടെങ്കിൽ അത് നല്ല വെളിച്ചമായിട്ടായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. ഒരു 2 എണ്ണം വെച്ചിട്ട് പോലും നമുക്ക് വെളിച്ചമില്ലാത്തത്.
കുഞ്ഞിനും വെളിച്ചില്ല എന്നിട്ട് അവനും ഒരു ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ഇരുണ്ടിരിക്കില്ല, അവന് കളിക്കാൻ നേരത്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞ് ഉറങ്ങിയിട്ടോ, കഴിച്ചിട്ട് കിടക്കാൻ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അവിടെ ഇന്നത്തെ വീഡിയോ.